ഹലോ ഹലോ ഹായ്. ഇന്ന് ഞാൻ ലൊക്കേഷൻ ഒന്ന് മാറ്റി, കാരണം ഇന്നും മേലേക്ക് കയറുമായിരുന്നു. കാരണം നമ്മളെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് മേലെ കയറിയില്ല. ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്റെ ഉമ്മ പറഞ്ഞു കേട്ടോ, എടാ മഴയൊക്കെ പെയ്യണാണ്, ആൾക്കാരൊക്കെ വരും, ചിലപ്പോ വല്ല നായാടികൾ ആ കാര്യങ്ങളെങ്ങാനും വരും, അല്ലെങ്കിൽ വിഷമുള്ള പാമ്പുകൾ വരും. പാമ്പൊക്കെ വന്നാൽ നിനക്ക് ഓടാനും ചാടാനും ഇപ്പൊ പറ്റൂല. അതുകൊണ്ട് എന്റെ മോൻ സൂക്ഷിക്കണം, സൂക്ഷിച്ച് ചെയ്യണം. ഞാൻ വന്നിരുന്ന ഉടനെ നോക്കിയത് സൈഡിലേക്കാണ്. സൈഡിലൊന്നും എന്തോ ഭാഗ്യത്തിന് വിഷം കൂടിയ പാമ്പില്ല. ആ പാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു വിഷം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു എന്ത് പറ്റി നമ്മുടെ വിഷകല മേഡത്തിന്. കാരണം കുറച്ചേക്ക് കണ്ടേയില്ല. ചിലപ്പോ വിഷം തീർന്നിട്ട് റീചാർജ് ചെയ്യാൻ അങ്ങനെ പോയിട്ടുണ്ടാവും. ഇപ്പോ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്നും ഈവനിങ് രാത്രിയോടാ, എനിക്ക് ഇന്നലെ രാത്രി കിട്ടിക്കണേ, ഞാൻ ഇന്നാ നോക്കുന്ന ഇതറാ നിന്റെ വിഷകല ഒരു വീഡിയോ ആയിട്ട് കുറച്ച് ആൾക്കാരെയും കൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആളുടെ വീഡിയോ കാണാനൊരു അവര് വിളിച്ച് വരുത്തൊരു 5-6 പേരേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും അവളുടെ വീഡിയോ കാണാനല്ല. ആക്ച്വലി അവൾ അത്രയും പ്രസംഗിക്കുമ്പോ അവിടെ ഇരിക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും മറ്റേ ഒരു സിനിമയില് സിദ്ദിഖിനോട് പറയില്ലേ, ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയണേന്ന്, ആ രീതിയില്. കാരണം ഞാൻ ആരെ പറ്റിച്ചാണ് പറയണെന്ന് വെച്ചാല് വേടൻ. ഇപ്പൊ വേടനാണല്ലോ താരം. കാരണം എല്ലാ സദസ്സിലും വേടൻ, ജനങ്ങൾ സ്വീകരിക്കുന്ന വേടൻ, ജനങ്ങൾ അത്ര അധികം സ്നേഹിക്കുന്നുണ്ട് അവനെ. അവനോടൊന്ന് സംസാരിക്കാനും കെട്ടിപ്പിടിക്കാനും അവന് അതിനു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ആൾക്കാർ വരുന്നുണ്ട്, എത്ര ലോങ് എന്നാണെങ്കിലും വേടനെ കാണാൻ വേണ്ടിയിട്ട്. ഈ വേടൻ എന്താ ചെയ്യുന്നേ? ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് ഉണ്ട്. നമ്മളൊന്നും ആരുടെയും കാലിന്റെ അടിയിലല്ല, നമുക്ക് നമ്മളുടേതായ ഊർജമുണ്ട്. അവന്റെ വാക്കുകള്, കവിതകള്, വരികള് ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ഇപ്പോ വിഷം റീചാർജ് ചെയ്യാൻ പോയ ഈ വിഷം, കാരണം മഴക്കാലമാണ് ഒന്നാമത്, ഈ വിഷക്കാലം പുറത്ത് ചാടിയത്. അപ്പോ പുറത്ത് ചാടിയിട്ട് വലുതായിട്ട് അലക്കുന്നുണ്ട്. അവൻ അത് ചെയ്യുന്നു, അവരിത് ചെയ്യുന്നു. എടി വിഷകാല, നിങ്ങളുടെ കൂട്ടര് നോർത്ത് ഇന്ത്യയിലും വേറെ ആൾക്കാരിലൊക്കെ മറ്റേ സാമാനം പുറത്ത് ഇട്ടിട്ട് നടന്ന് ജനങ്ങൾക്ക് ദർശനം കൊടുക്കുന്നു. അതാണോ വേടൻ വാക്കാല പറയുന്ന മെസ്സേജ് ആണോ നല്ലത്? കാരണം ഞങ്ങള് സാധാരണ ജനങ്ങള്, കാരണം ഇപ്പൊ ഒരു കാര്യം കൂടി ചിന്തിക്കണം, അടിമത്തമില്ല. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി സവർണര് തീരുമാനിച്ചാൽ ബാക്കി ദളിതരൊക്കെ സവർണര് തീരുമാനിച്ച ദളിതരൊക്കെ ഇതിങ്ങനെ നിൽക്കുന്ന അറിയില്ല, ഓച്ചാനിച്ചിട്ട്. ആ സ്കീമല്ല ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും അവരുടെ വാക്കുകൾ തുറന്നു പറയാ, ആരുടെ മുഖത്തോക്കിട്ട് സംസാരിക്കുക. ഇപ്പൊ അവരുടെ വാക്കുകൾ കുറിക്ക് കൊണ്ട് കുറയണത്തിന്റെ കുറെ ഷവർമ്മക്കാർ ഇറങ്ങിയിട്ടുണ്ട് വേടനെ കുറ്റം പറഞ്ഞിട്ട്. കാരണം ഷവർമ്മ കഴിച്ച് വർമ്മമാര് ഭരിക്കുന്നു എന്നുള്ളത്. പിന്നെ ആള് മാത്രമല്ല, വേറെ ഗായകരും അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്തിന്? വിഷം റീചാർജ് ചെയ്യാൻ പോയ വിഷകല വരെ ഇറങ്ങി. ഞാൻ ആ വീഡിയോ ഒന്ന് സ്ക്രീനിൽ കാണിക്കാം, ജസ്റ്റ് ഇട്ടോ, എല്ലാവരും ഒന്ന് കേട്ടോക്ക്. നല്ല രസമാണ് കേൾക്കാന്. കാരണം അതെന്തിനാ നിങ്ങളെ കേൾപ്പിക്കണേന്നറിയോ? ഇവരെത്രത്തോളം ഇവരുടെ തലയിൽ വേടന്റെ വാക്കുകൾ കൊണ്ടിട്ടുണ്ട്. അവന്റെ വാക്കുകൾ എത്ര പേര് ഊർജം കൂട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്ന് കാണിട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും പറ. വേടന്റെ വാക്കുകൾ കൊള്ളിക്കുന്നതാരെ, അവൻ ആരെ ഉന്നം ചെയ്യുന്നു, അവൻ പറയുന്ന കാര്യങ്ങൾ ഇവനൊക്കെ അല്ല. ഇവര് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ വിഷകല, അതായത് ഇവന് ഇമാതിരി കാട്ടിക്കൂട്ടലും കാര്യങ്ങളൊക്കെ തുണി അഴിച്ചിട്ട് നടക്കുന്ന ഡാൻസിനോടാണ് അവര് കാട്ടിക്കൂട്ടി. കാരണം അവർക്ക് കല എന്താന്നും കാര്യങ്ങളും അറിയില്ല. അവർക്ക് കുറെ ചാണകങ്ങളും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഇവൻ ഇവിടെ മാന്യമായിട്ട് ആൾക്കാരെ മുന്നിൽ കാണിക്കുന്നത് തുണില്ലാണ്ടാണ്. നോർത്തിലൊക്കെ ആൾക്കാര് സന്യാസിമാര് എന്ന പേരിൽ നടന്നിട്ട് ദർശനം കൊടുക്കുകയാണ്. അതിന്റെ സാമാനം ഒന്ന് ദർശിച്ചോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാര് അവിടെ നടക്കുന്നുണ്ട്. നിനക്ക് വല്ല ഇത് അത്രക്ക് ചൊറി ഉണ്ടെങ്കിൽ നീ അവിടെ പോയിട്ട് പറ. പിന്നെ ജീവനും കൊണ്ട് കേരളത്തിലേക്ക് വരലുണ്ടാവില്ല. ഇപ്പൊ കുറെ പേർക്കൊക്കെ മനസ്സിലായി തുടങ്ങി. അതുകൊണ്ടാണ് നിന്റെ ആ പ്രസംഗം കേൾക്കാൻ അവിടെ ഉണ്ടായിരുന്നത് 4-5 പേരുണ്ടായിരുന്നത്. അപ്പൊ അവരെ മനസ്സിലൊക്കെ അറിയാം, എല്ലാവർക്കും ഇഷ്ടമാണ് വേടനെ. പക്ഷെ നിങ്ങളൊക്കെ മുന്നിൽ വെച്ച് എങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് ആലോചിച്ചിട്ടായിരിക്കും. ഞാൻ മാറ്ററിൽ നിന്ന് പോണ്. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാട്ടോ, എല്ലാരും ഒന്ന് കാണും.
നല്ല രസമാണ് കേൾക്കാൻ, ബോറടിക്കൊന്നുമില്ല. എവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കേട്ടോട്ടാ. സമാജം അപമാനിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് വേടന്മാരുടെ തുണിയില്ലാച്ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെന്ത് സംഭവിച്ചു? ഇവിടുത്തെ ഭൂമിയെ പറ്റി സർക്കാർ ധവളപത്രം ഇറക്കണം. ഭൂപരിഷ്കരണം നടപ്പാക്കി ഈ ഭൂമിയിൽ ഇന്ന് ആരുടെയൊക്കെ കൈവശം എത്രയൊക്കെ ഭൂമിയുണ്ട്? ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഹെക്ടർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടിട്ട് 1 ഇഞ്ച് പോലും തിരിച്ചെടുക്കാൻ മനസ്സ് കാണിക്കാത്തവര് കളെയൊക്കെ പിടിച്ച് വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ 10,000ങ്ങളെ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. ആടിക്കളിക്കടാ കുഞ്ചിരാമ, ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല, ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത്. കാരണം ഞങ്ങളൊരു സംഘടനയാണ്. ഞങ്ങളോടൊപ്പം ഈ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് മതി. ഇനി ഈ സമൂഹത്തെ ആടിക്കളിപ്പിക്കാനും ചാടിക്കളിപ്പിക്കാനും നിൽക്കണ്ട. അപ്പൊ ആടിക്കളിക്കട ചാടിക്കളിക്കട എന്ന് പറയുന്നവർക്ക് മുന്നിൽ അതിന് തയ്യാറല്ല എന്ന് പറയാൻ, അത്തരത്തിലുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി 14 ജില്ലാ ആസ്ഥാനങ്ങളിലും എത്തിയിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ ഉപ്പ് കുടിച്ച് അർമാദിക്കുന്നവര്, ആ ഉപ്പിന്റെ രസത്തിൽ അർമാദിക്കാണ്. കാരണം കണ്ണീരാണ് ഒഴുക്കുന്നെങ്കിൽ അതിനൊരു ഉപ്പുണ്ടല്ലോ, ആ ഉപ്പിൽ അർമാദിക്കുന്നവരെ പിടിച്ചു നിർത്താൻ തക്ക ശേഷി ഇവിടുത്തെ സമൂഹത്തിനുണ്ട് എന്ന വിളംബരം ഇത്തരം സമരങ്ങളിലൂടെ നമ്മളെ ഉദ്ദേശിക്കുന്നു. സ്വാഭാവികമായ നീതി അട്ടിമറിക്കപ്പെടരുത്. സ്വാഭാവികമായ നീതി അട്ടിമറിക്കപ്പെടുമ്പോൾ തീർച്ചയായും സമാജം അസ്വസ്ഥമാകും. ആ അസ്വസ്ഥതയാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ നമുക്ക്? ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയാണ് മദ്യവും മയക്കുമരുന്നും സമാജത്തിൽ പ്രചരിക്കുന്നത്. വിദ്യാലയങ്ങൾ തുറക്കണം എന്ന് പറഞ്ഞവര് വിദ്യാലയങ്ങൾ പൂട്ടുകയാണ്. കുട്ടികളെ എണ്ണല്ല, 100 കുട്ടിയില്ല, 60 കുട്ടിയില്ല, 40 കുട്ടിയില്ല. അതെന്താ ലാഭ ബിസിനസ് സ്ഥാപനം ലാഭകരമല്ലാത്ത കേട്ടല്ലോ. കാരണം എന്റെ പൊന്നു ദശകല മാഡം, മാഡം ഒരു ടീച്ചറാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. എനിക്കറിയില്ല ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ ഈ BEd ആണോ നെറ്റാണോ സെറ്റാണോ എന്നൊന്നും ആൾക്കാർക്കൊന്നും അറിയില്ല. അതോ നിങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഉണ്ടല്ലോ, വാട്സപ്പ് യൂണിവേഴ്സിറ്റി, അവിടെ നിന്നാണോ നിങ്ങൾ മേടിച്ചിട്ടുള്ളത്? പക്ഷെ മാഡം, ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത്, മാഡം ഇപ്പൊ റീചാർജ് ചെയ്തിട്ട് വിഷം റീചാർജ് ചെയ്തല്ലോ, എന്നിട്ട് മഴക്കാലത്ത് ഇറങ്ങുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ വേടനെ കൊത്താൻ ഈ റീചാർജ് പോരാ, ഇനിയും ചാർജ് ചെയ്യണം. മാഡം ഒന്ന് റെസ്റ്റ് ചെയ്ത് ചാർജ് ചെയ്തിട്ട് പോവാ. ഇപ്പൊ ഇനി മാഡം ആണെങ്കിലും ശരി, ഷവർമ്മ കഴിച്ച് മരിച്ച വർമ്മ സാറാണെങ്കിലും ശരി, വേടനോട് മുട്ടാനായിട്ടില്ല. കാരണം ജനങ്ങൾ തിക്കിലും തിരക്കിലുമാണ് വേടന്റെ പരിപാടി നടക്കുന്നത്. കാരണം അവന്റെ 1-2 സീനുകൾ ഞാൻ കണ്ടു, അവൻ എങ്ങനെ അവന്റെ സ്റ്റേജിലേക്ക് എൻട്രി ചെയ്യുന്നതെന്ന്. കാരണം പണ്ട് മൈക്കിൾ ജാക്സൺ ഒക്കെ വന്നിരുന്നില്ല, ആ ലെവലിലാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല, അവന്റെ വാക്കുകള് അത് എവിടൊക്കെ നിങ്ങൾക്ക് കൊണ്ടിട്ടുണ്ടാവുക. കാരണം അവൻ എന്താണോ ഈ പ്രായത്തിന്റെ ഇടയിൽ അനുഭവിച്ചു വന്നത്, അതാണ് അവന്റെ വാക്കുകളിൽ കൂടെ ജനങ്ങളോട് പറയുന്നത്. ഇപ്പൊ ജനങ്ങള് നിങ്ങളുടെ പോലെ ചാണകം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ പറയുന്നത് അതൊക്കെ അമ്പാടെ കേട്ടിട്ട് വിശ്വസിച്ച് അത് പഠിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആരെങ്കിലും വേടനെ സപ്പോർട്ട് ചെയ്യോ? കാരണം ഇപ്പോഴത്തെ ജനറേഷന്, ഇപ്പോഴത്തെ ആൾക്കാർക്കും അറിയാം തെറ്റെന്ത് ശരിയെന്ത്, ചാണകം എന്ത് ചോറെന്തെന്ന്. ഇതിൽ അവര് ചാണകം ഒഴിവാക്കി അവര് ചോറാക്കി. ആ കാര്യങ്ങളിലൊക്കെ വന്നപ്പോ അവർക്ക് സത്യം എന്ത്, നുണയേത്, കാര്യങ്ങൾ എന്ത്, വിഷം ഏതെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് വേടന്റെ പരിപാടിക്ക് അത്രയും ആൾക്കാർ തിക്കി നിരക്കി പോണതും വിഷകലയുടെ വിഷം ചീറ്റുന്നതും. കാരണം മുമ്പ് കുറെ വിഷം ചീറ്റിയിട്ടുണ്ടല്ലോ, അത് മുസ്ലിങ്ങൾക്കെതിരെയായിരുന്നു. കാരണം അതിലാണല്ലോ PhD എടുത്ത് ടീച്ചറായിട്ടുള്ളത്. ഇപ്പോ നിങ്ങളുടെ ഒരു ഗ്യാങ് ഇറങ്ങിയിട്ടുള്ള വേടനെതിരെയാണ്. ഇപ്പോഴും എനിക്ക് പറയാനുള്ള ഒന്നുമില്ല, നിങ്ങളുടെ സമയം വെറുതെ നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. കാരണം ഇപ്പൊ ഇങ്ങനെ വന്നു, ഒരു 10-15 പേര് വന്നു, അവിടെ ഇരുന്നിരുന്നില്ല മാഡത്തിന്റെ പ്രസംഗം കേട്ടിരുന്നിരുന്ന ആൾക്കാർ അവര് ഗതികേടൊന്നും ആലോചിക്കുക. കാരണം അവര് ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനും ഞങ്ങളോട് പറയണേന്ന്. കാരണം അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വേടനെ. നിങ്ങൾ വന്നിട്ട് പറയണം, അയ്യോ അതാണ് ഇതാണ്. മാഡം ഒരു കാര്യം മനസ്സിലാക്കണം, വീണ്ടും ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു,
അടിമത്തം ഇപ്പല്ല. സവർണരില്ല, അവർണര്, അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. കാരണം ചില MP ഒക്കെ പറയാറുണ്ട് വേറെ സവർണൻ പിന്നോക്ക ജാതിക്കാരുടെ മന്ത്രിയാവണം എന്നൊക്കെ. മനുഷ്യനായിട്ട് ചിന്തിക്ക്, പ്രവർത്തിക്ക്. കേരളത്തില് നിങ്ങൾക്കും കേരളം ഭരിക്കാനുള്ള ഒരു അവസരം തരും. കാരണം പക്ഷെ വായ തുറന്ന ചാണകം, വായ തുറന്ന വിഷം, പിന്നെ വർഗീയ ചിന്തകള്, പിന്നെ ഇമാതിരി ആൾക്കാരെ താഴ്ത്തി കെട്ടിയിട്ടുള്ള സംസാരങ്ങള്, ഇതുകൊണ്ടൊക്കെയാണ് കേരളത്തിൽ നിങ്ങളെ നിലം തൊടിക്കാണ്ട് ഞങ്ങൾ പറപ്പിക്കുന്നത്. കാരണം ഇപ്പോഴും ഗ്യാരണ്ടിയിൽ എനിക്ക് ബെറ്റ് വെക്കാവുന്നത്. കാരണം നാളെ കഴിഞ്ഞ ഇലക്ഷനാണ് സുരേട്ടൻ പറഞ്ഞു ഞങ്ങൾ ഭരിക്കും, ഒന്നെങ്കിൽ ഞങ്ങൾ ഭരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഇല്ലാണ്ട് വേറൊരാൾ ഭരിക്കില്ല എന്നാ. കെട്ടി വെച്ച കാശ് പോലും ഇല്ലാണ്ട് ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റ് വരെ നിങ്ങൾക്ക് മിസ്സായി. കാരണം അതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ ഇപ്പൊ മേഡത്തിന്റെ ഈ വിഷം തുപ്പുന്ന വീഡിയോ ആൾക്കാരിലേക്ക് വീണ്ടും എത്തുകയാണ്. കാരണം എന്റെ വീഡിയോ അത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാരും കാണുന്നവർക്കൊക്കെ മനസ്സിലാവും എന്തോരം വിഷം, അതായത് താങ്ങുന്നില്ല. കാരണം നിങ്ങളെ വാക്കുകളൊന്നും പിടിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ വേറെ കീറി മുറിക്കുകയാണ് നിങ്ങളുടെ ആൾക്കാര്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോ അതായത് ഞാൻ സാധാരണ ഈ സമയത്ത് വരാറില്ല, ഈ സമയത്ത് വരാൻ തന്നെ കാരണം വേടന്റെ വീഡിയോനെ സംബന്ധിച്ച് ഈ വിശകല പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ മുന്നിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കണം തോന്നി, എനിക്കും പറയണം തോന്നി. പിന്നെന്തൊക്കെയാണ് എന്റെ പോയിന്റുകൾ? മാഡം, ഇത് അടിമത്തമല്ലപ്പോ. ഇപ്പോ മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ് ചിന്തിക്കുന്നത്. പിന്നെ 2 ലിംഗം കാണിച്ച് മാർക്ക് ഉണ്ടാക്കുന്നത്, അതോ പ്രസാദം കൊടുക്കുന്ന പരിപാടി, അത് നിങ്ങളെ നോർത്തിലേ നടക്കുള്ളൂ, ഇവിടെ നടക്കില്ല. ഇവിടെ ജനങ്ങളുടെ ആയുധം നാവാണ്, അവരുടെ കലയാണ്. ഇപ്പോ വേടൻ മലയാളം റാപ്പിലൂടെ പറയുന്ന അവന്റെ ചിന്തകൾ, അവ അനുഭവിച്ചു വന്ന കാര്യങ്ങൾ താഴേക്കിടയിലുള്ള ജനങ്ങളെ പൊക്കിക്കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കണത്, ഇപ്പൊ നിങ്ങൾ ഒരു പട്ടികജാതിക്കാരനാണ് വേടൻ. അപ്പൊ അതുകൊണ്ട് അവര് ഇന്നതേ പാടാൻ പാടുള്ളൂ, ഇന്നതേ പറയാൻ പാടുള്ളൂ എന്ന് ഒരു നിയമത്തിലും എഴുതി വെച്ചിട്ടില്ല. എറിഞ്ഞാ തിരിച്ചു കൊള്ളും. ആ രീതിയിലാണ് ഇപ്പൊ വേടൻ വളർന്നു പോണത്. പിന്നെ നിങ്ങളോടൊരു താങ്ക്സ് പറയാനുണ്ട്. കാരണം എന്തൊക്കെ നിങ്ങൾ പറ്റൂല എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് എടുത്ത് കളയാൻ അടിച്ചമർത്താൻ നോക്കിയിട്ടുണ്ടോ, അത് ഏറ്റവും ടോപ്പിൽ പോയി ചരിത്രേ കേരളത്തിലുള്ളൂ. ഇപ്പൊ സിനിമയാണെങ്കിലും ശരി, ഇപ്പൊ നാള് ഒരു ഹിന്ദി പടത്തിൽ നായികയുടെ അണ്ടർവെയർ നോക്കി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഏതാ പടം, പൃഥ്വിരാജിന്റെ പടം, ഗുജറാത്തിൽ നടന്ന സംഭവങ്ങൾ അവൻ അതുപോലെ കൊണ്ടുവന്ന് ജനങ്ങളെ മുന്നിലേക്ക് എത്തിച്ചപ്പോ അതിന്റെ പേരിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ജനങ്ങൾ കുത്തുവയ്ക്കരുന്ന സിനിമ കാണാന്. ഇപ്പൊ മേഡത്തിന്റെ വീഡിയോ കാണുമ്പോൾ ഇത് പറഞ്ഞിട്ടും വേടന്റെ പരിപാടിക്ക് അവിടെ ആൾക്കാരെ കൂട്ടത്തിന് കുറവില്ല. അവിടെ പോലീസിന്റെ ലാത്തി പ്രയോഗിക്കേണ്ടി വരികയാണ്. കാരണം ആൾക്കാരെ തിക്കും തിരക്കും. അവിടെ ഓരോ ആൾക്കാരുണ്ട്, വേടനൊന്ന് കാണണം, ഒന്ന് മിണ്ടണം, ഒന്ന് സംസാരിക്കണം എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാര്. ക്ലാസ് കട്ട് ചെയ്തിട്ട് വീട്ടിൽ പറയാണ്ട് പരിപാടിക്ക് വന്ന പിള്ളേരുണ്ട്. അപ്പോഴും നിങ്ങൾ ചിന്തിക്കണ അതല്ല. കാരണം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചാണകല്ല, അവര് പഠിച്ചു വരുന്നവരാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇവിടെ വർക്കാവില്ല മാഡം. അതൊന്ന് ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കും. ഇനിയും കേരളത്തിൽ വന്ന മാഡം ഇനിയും വരണം. മേഡം ഇനിയും വന്ന് വിഷം തുപ്പണം. കാരണം ഞങ്ങളെപ്പോലുള്ള കുറച്ച് യൂട്യൂബേഴ്സിന് ഇതൊരു ആയുധമാണ്. കാരണം ഇതിലൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആൾക്കാരെ മുന്നിൽ സംസാരിക്കാൻ എന്തെങ്കിലും കിട്ടുന്നത്. മേഡത്തിൻ്റെ ഒക്കെ ബാക്കി നിന്നാണ്. അപ്പൊ ഞാനെന്താ പറയാമെന്ന്, ഇപ്പൊ എന്തായാലും ഇത്രയും മതി. അപ്പോ മേഡം അപ്പൊ വീണ്ടും വരണം, പൂർവ്വ ശക്തിയോടെ റീചാർജ് ചെയ്തിട്ട് വരണം, വിഷം തുപ്പണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കാരണം ഒരു ഗ്യാപ്പ് എടുത്ത് വന്നെങ്കിലും മശകല മാഡം ഇനി സ്ഥിരമായിട്ട് ഓരോ സ്റ്റേജിലും ഉണ്ടാവും. എനിക്ക് തോന്നുന്ന ആൾക്കാർ വിളിക്കാണ്ടാണ് ഇത്ര നാൾ വരാത്തതെന്നാണ്. അല്ലാണ്ട് വിഷം തീർന്നിട്ടൊന്നും ആവില്ല. കാരണം കൂടുതൽ ആൾക്കാർക്കും മടുത്തുണ്ടായിരിക്കും മാഡം. ഞാൻ എന്തിനാ മാഡത്തിനൊക്കെ വിളിക്കുന്നത്? എന്തെങ്കിലും ആവട്ടെ. അപ്പോ ഞാൻ ടീച്ചറാണെന്ന് സ്വയം പറഞ്ഞ് അവിടുത്തെ പിള്ളേരെ ഏറ്റവും വെടക്കാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ വശകല മാഡത്തിന് ഓക്കെ മാഡം, കണ്ടിന്യൂ. അപ്പൊ ചാറ്റാട്ടോ.